ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് പച്ചരി എടുത്തേക്കുന്നത്. പച്ചരി നന്നായിട്ട് കഴുകി ഒരു 2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്ത പച്ചരി ഒരു ജാറിലേക്കിട്ട് 5 ടേബിൾ സ്പൂണോളം ചോറും കുറച്ച് വെള്ളവും 4-5 ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് വെള്ളപ്പത്തിൻ്റെ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അരച്ചു വെച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു നുള്ളുപ്പിട്ടാൽ മതി. ഒരു 3/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഈ കൂട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ കൂട്ടെടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം. വലിയ അപ്പമായതുകൊണ്ട് കുറച്ച് അധികം വെള്ളം എടുക്കുന്നുണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. ഇതൊരു ഫുള്ള് തേങ്ങ എടുത്തേക്കുന്നത്. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു 7-8 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. അത് അവിടുന്ന് സോട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് മാവിലേക്ക് ചൂടോടെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ ഡയറക്റ്റ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ മാവിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിലെ മാവ് മാത്രം പെട്ടെന്ന് വെന്ത് പോവും. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കളറ്. തേങ്ങാക്കൊത്തിൻ്റെയും ഉള്ളിയും കൂടി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കൂട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് തട്ടി വെണ്ടിക്കൽ ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിൽ ഒരു 15 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കുക. വിസിലിടാതെയാണ് ഇതാക്കുന്നത്. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഇതായിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സും കൂടി വെക്കുക. അപ്പം നമ്മളെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ആരൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.